നമ്മളിവിടെ കാണുന്നത് MJ വർഗീസ് വാസ്റ്റർക്ക് വേണ്ടി പണിയുന്ന വീടാണ്. ഇതൊരു പഞ്ചായത്ത് വീടായിരുന്നു, പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ജപ്തിയായിരുന്നു. നമ്മൾ ആദ്യം ചെയ്തത് ജപ്തി ഉണ്ടായിരുന്ന വീടിന് മുഴുവൻ പൈസ അടച്ച് ഇപ്പോഴും നമ്മൾ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി. പാസ്റ്റർ 6 വർഷമായിട്ട് തളർവാദ രോഗിയായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് ജപ്തി അടയ്ക്കാനോ ഈ വീട് പൂർത്തീകരിക്കാനോ ജപ്തിയുടെ പൈസ അടയ്ക്കാനോ പൂർത്തീകരിക്കാനോ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലായിരുന്നേ. ഇപ്പോഴ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ജപ്തി അടച്ചിട്ട് ഇതിന് ബാക്കിയുള്ള പണി തീർക്കാനുള്ള ഒരു ക്രമീകരണമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പോയപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട് പോയി സന്ദർശിക്കുന്നുണ്ട്, അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. ഇപ്പോഴതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീടായതുകൊണ്ട് നമ്മൾ പുറകിൽ ഒരു വർക്ക് ഏരിയയും ബാത്റൂമും ഒരു റൂമും കൂടെ നമ്മൾ അതുകൂടെ ചേർത്തു. ഇതിൻ്റെ ഹാള് കണ്ടു, വളരെ ചെറിയ ഹാളാണ്. ഒരു 2-3 കസേര ഇട്ടാൽ പിന്നെ ഒരു ടീപ്പ പോലും ഇടാനുള്ള സൗകര്യമില്ല. ഇതിൻ്റെ ഒരു റൂമാണ്. ഇതൊക്കെ തേപ്പ് പണി കഴിഞ്ഞു. ഇത് ബാത്റൂമാണ്. നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത റൂമോ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ ആ റൂമിലേക്ക് കയറുന്നുണ്ട്. ഇത് കിച്ചണാണ്, ചെറിയ കിച്ചണാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വർക്ക് ഏരിയയും കൂടെ എടുത്തിരിക്കുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് നിൽക്കാനേ പറ്റുള്ളൂ എന്ന് വേണം നമുക്ക് പറയാം. ഇതാണ് നമ്മൾ പുതുതായിട്ടെടുക്കുന്ന ആ റൂം. ഇപ്പോൾ ഇതൊരു 3ാമത്തെ റൂമായിട്ടാണ് എടുത്തിരിക്കുന്നത്. മറ്റ് ഇതിന് വളരെ ചെറുതായതുകൊണ്ട് ഇത് നമ്മൾ പണിയുന്ന പുതിയ ബാത്റൂം. വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി. ഇതാണ് വർക്ക് ഏരിയയുടെയും ആ ഭാഗമാണ് ഇപ്പം നമ്മൾ തേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ നീട്ടിയെടുത്തിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് ആ ചിമ്മിന് കാണാം. അവിടെ മുതലാണ് ഒരു റൂമും വർക്ക് ഏരിയയും കൂടെ നമ്മൾ നീട്ടിയെടുത്തിരിക്കുന്നത്. ഇതൊരു കിണറാണ്. ഇവർക്ക് കിണറുണ്ടായിരുന്നില്ല. എൻ്റെ കിണറിൻ്റെ പണിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം അത് മൂടിയിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട്. അപ്പോൾ തന്നെ ഈ വീട് പണിക്ക് വേണ്ടി മാത്രം ഒരു അങ്കിള് 4 ലക്ഷം രൂപ അത് പ്രത്യേകം വീട് പണിക്ക് വേണ്ടി മാത്രം സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ വീട് പണിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പല ദൈവമക്കളും സഹായിച്ചു. അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് പൈസ അയച്ചിരിക്കുന്നത്. ഞാൻ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടി മേൽനോട്ടം വഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാനൊരു പ്രത്യേകമായ കാര്യം പറയാം. ഈ ദേവദാസും ഒക്കെ വല്ലാതെ കഷ്ടപ്പെട്ട് വല്ലാതെ പ്രയാസത്തിലായിരുന്നു. ബാറ്ററി വിട്ടിട്ട് വാടക കൊടുക്കാൻ ചിന്തിച്ച സമയം ഒരു ചെറിയ ബാറ്ററി ഉണ്ടായിരുന്നു. വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത്, അതുപോലെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും എല്ലാ പ്രിയമുള്ളവരും അവരെ സഹായിക്കുന്നതും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഇവരുടെ വീടിൻ്റെ പണി ഇത്രത്തോളമായി തീരാൻ ദൈവം അനുഗ്രഹിച്ചു. ഇതിനുവേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ അക്കൗണ്ടിൽ സാമ്പത്തികം അയച്ചു കൊടുത്ത എല്ലാ പ്രിയമുള്ളവർക്കും ഷെയർ ചെയ്തവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ വീട് പണി പൂർത്തീകരിച്ച് ഇതിലേക്ക് താമസം മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേക ദൈവമക്കളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആ ദൈവദാസനെന്ന് ഒത്തിരി സന്തോഷത്തിലാണ് ആ കുടുംബം കേട്ടോ. നമുക്കെല്ലാവർക്കും ആ ദൈവദാസൻ്റെയും
കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.